to your favorite show, Nora, Kutti, Kutti, Kuttipattarama, presented by Apollo Gold. കുട്ടിപ്പട്ടർമാലിന്റെ തേർഡ് സ്റ്റേജ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഞങ്ങളൊക്കെ ഇത്തിരി ഗുണ്ടൂസായിട്ട് തോന്നുന്നുണ്ടോ അല്ലേ? നമ്മൾ ഇത്തിരിയൊക്കെ ഒന്ന് തടിച്ചൊന്ന് മിനിങ്ങിയിട്ടുണ്ടല്ലേ? കാരണം നമ്മുടെ ഉമ്മ റൗണ്ടിൽ ഉമ്മയുടെ സ്നേഹമൊക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും വാരി കോരി കിട്ടുമായിരുന്നു. അതുപോലെ തന്നെ സൽക്കാര റൗണ്ടിൽ നല്ല പോലെ ഫുഡ് അടിച്ച് ഞങ്ങൾ ഇത്തിരിയൊക്കെ തടിച്ചിട്ടുണ്ടെന്ന് എല്ലാവരും പറയുന്നുണ്ട് അല്ലേ? യുമ്ന, ശ്രീലക്ഷ്മി, എല്ലാവർക്കും നമ്മൾ ഇത്തിരി തടിച്ചിട്ടുണ്ടല്ലേ? ആ കണ്ടോ? അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞങ്ങൾ അടിച്ചു പൊളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സോ നമ്മളോടൊപ്പം പങ്കുചേരാനായിട്ട് നമ്മുടെ ജഡ്ജസ് ഇവിടെയുണ്ട്. സ്വാഗതം ചെയ്യാം ആദ്യമായി നമ്മുടെ രഹനത്ത, ഫിറോസിക്ക, സച്ല. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ ജഡ്ജസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. കുട്ടികളൊക്കെ പിന്നെ എപ്പോഴേ റെഡി എന്നുള്ള ആറ്റിറ്റ്യൂഡിലാണ്. ആൻഡ് ഇവരെ തേർഡ് സ്റ്റേജ് വരെ സപ്പോർട്ട് ചെയ്ത നമ്മുടെ ഓർക്കസ്ട്ര, അവർക്കും 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് സ്വാഗതം ചെയ്യാം ദ എൻറ്റയർ ഓർക്കസ്ട്ര മെമ്പേഴ്സ് ഓഫ് കുട്ടിപ്പട്ടർമാൽ. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നേരത്തെ പറഞ്ഞു, തേർഡ് സ്റ്റേജ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. സൽക്കാരം റൗണ്ടും ഉമ്മ റൗണ്ടിലും എല്ലാവരും പാടിക്കഴിഞ്ഞു. ആൻഡ് എല്ലാവരും ഓൾമോസ്റ്റ് നന്നായി പാടി അല്ലേ? നമ്മുടെ ജഡ്ജസ് എല്ലാവരും പറഞ്ഞു നിങ്ങൾ ഓരോ ലെവലിൽ ചെല്ലുന്തോറും നിങ്ങളുടെ മ്യൂസിക്കൽ ഗ്രാഫ് ഇങ്ങനെ കൂടി വരികയാണെന്ന്. സോ നിങ്ങളുടെ പെർഫോമൻസിനെ കുറിച്ചും ഈ 2 റൗണ്ടുകളെ കുറിച്ചും ഒക്കെ നമുക്ക് ജഡ്ജസിൻ്റെ അടുത്ത് ഒന്നും കൂടെ ചോദിക്കാം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. ആദ്യമായിട്ട് ഫിറോസിക്ക, നമ്മുടെ മക്കളുടെ പ്രകടനത്തിൻ്റെ മുമ്പ് 2 റൗണ്ടുകളെ കുറിച്ച് പറയാം. അവർക്ക് എടുത്തു കൊടുത്ത 2 റൗണ്ടും വലിയ തലങ്ങൾ ഉൾക്കൊള്ളുന്ന വലിയ സാധ്യതകളുള്ള 2 റൗണ്ടായിരുന്നു. ഒന്ന് ഉമ്മ നമ്മൾ അമ്മ എന്ന പേരിൽ വിളിച്ചാലും ഉമ്മ എന്ന പേരിൽ വിളിച്ചാലും മാതാവ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെ കുറിച്ച് ഏറ്റവും വലിയ മികച്ച ഒരു സന്ദേശം കൊടുക്കുന്ന റൗണ്ട്. കരൾ പൊട്ടിത്തേങ്ങുന്നതെന്തിനുമ്മ ഫീൽ ചെയ്തു. എന്ത് തോന്നി പാടിക്കഴിഞ്ഞപ്പോൾ? എൻ്റെ ഒരു ഭാഗ്യ. കരയുന്നതെന്തിനാണുമ്മ വെറുതെ കരളിന്നേരെയുന്ന വിരമോർമ്മ. ചിലപ്പോൾ എനിക്ക് തോന്നുന്നു റിയാലിറ്റി ഷോകളുടെ ചരിത്രത്തിൽ നമ്മുടെ ഉമ്മമാർക്ക് കുട്ടികളുടെ കൂടെ വേദിയിൽ കയറിക്കൊണ്ട് ലൈവായിക്കൊണ്ട് അവരുടെ നെറുകയിൽ ഉമ്മ കൊടുത്ത് അവരെ വാരിപ്പുണർന്ന് അവരെ അനുഗ്രഹിച്ചുകൊണ്ട് പാട്ടിൻ്റെ ഒരു വേദി ചിലപ്പോൾ കുട്ടിപ്പട്ടർമാലായിരിക്കും ആദ്യം ഒരുക്കിയിട്ടുണ്ടായത്. കഴിഞ്ഞ 2 റൗണ്ടിൽ ഉമ്മ വന്നില്ല, അതിന് എനിക്ക് വളരെ സങ്കടമുണ്ടായിരുന്നു. ഇപ്പോൾ ഉമ്മ റൗണ്ട് കാരണം എൻ്റെ ഉമ്മയെ ലോകമെമ്പാടും കാണാൻ കഴിഞ്ഞല്ലോ എന്നുള്ള എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഐ ലവ് യു. കൽപ്പിച്ചു റബ്ബേ എനിക്കേകിയ മലർമൊട്ടെ കൽബിൻ്റെ കണ്ണേയുറങ്ങുറങ്ങ് കാണാൻ പറ്റാത്ത കനകത്തിൻ മണിമുത്ത് കരളിൻ്റെ കൂട്ടിലെ കുഞ്ഞിത്തത്തേ. ഒരു വല്ലാത്ത ടച്ചിങ് റൗണ്ടായിരുന്നു. പിന്നെ നമ്മളൊക്കെ ഞങ്ങൾ ഈ വിധികർത്താക്കളും പ്രേക്ഷകരും ഈ ഇരിക്കുന്ന ഓഡിയൻസും ഓർക്കസ്ട്രയും നമ്മുടെ ക്രൂ മെമ്പേഴ്സ് എല്ലാം ഓരോ ഉമ്മമാരുടെ അമ്മമാരുടെ മക്കളാണല്ലോ. അപ്പോൾ അവർക്കൊക്കെ അത് അത്ര ടച്ചിങ് ആയി കഴിഞ്ഞു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മുടെ കുട്ടികൾ ആ റൗണ്ടിൽ അസാധ്യമായ പാട്ടുകൾ പാടുകയും ചെയ്തു. അസാധ്യമായ പാട്ടുകൾ തിരഞ്ഞെടുത്തു. അത് ഞങ്ങളെ ഞെട്ടിക്കും വിധം നിങ്ങൾ പാടുകയും ചെയ്തു. അമ്മ ഉറക്കില്ലാതെ ഒരുപാട് എന്നെ കൂട്ടിരുന്നോ, കെയർ ചെയ്തു അല്ലേ? അപ്പൊ നമുക്ക് ഇതെല്ലാം സ്നേഹമുള്ള നമ്മളുടെ പുന്നാരമ്മയെ നമുക്ക് വിളിക്കോ? അമ്മേ വാ. പൊന്നുമ്മ, ഐ ലവ് യു. ഉമ്മ എന്ന 2 അക്ഷര പൊരുളറിയൂ കൂട്ടരെ, ഉമ്മയുടെ സ്നേഹബഹറിനാഴമെത്ര സഹചരെ. ഉമ്മ എന്ന 2 അക്ഷര പൊരുളറിയൂ
എന്താ പറഞ്ഞേ? ഉമ്മയുടെ ചക്കരത്ത് പറഞ്ഞേ. ഒന്ന് കൊഞ്ചിച്ചേ ഉമ്മയെ കൊഞ്ചിക്കേ. ചക്കരുമ്മ. ആ അതാണ്. പിന്നെ അവർക്ക് നമ്മൾ എടുത്തു കൊടുത്ത റൗണ്ട് സൽക്കാരം റൗണ്ടായിരുന്നു. അത് ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഒരു മാപ്പിളപ്പാട്ട് ഷോ എന്ന നിലയിൽ നമ്മൾ പറയുമ്പോൾ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായി കൊണ്ടുള്ള സൽക്കാരം. അതൊരു അടിച്ചുപൊളി തകർപ്പൻ റൗണ്ടായിരുന്നു. തകർപ്പൻ റൗണ്ട് എന്ന് പറഞ്ഞാൽ അത് ജോളിയായിട്ടാണ് നമ്മുടെ കുട്ടികൾ അത് ഏറ്റുവാങ്ങിയത്. ഗോതമ്പത്തിന്റെ അലിസ വെച്ച് നല്ല നെയ്യും നടുക്കൊഴിച്ച് ആറ്റലായ മാരൻ വന്നിരിക്കും മുമ്പേ ഓടിത്തന്ന് കൈക്ക് നിങ്ങൾ കൈക്ക് നിങ്ങൾ കൈക്ക് നാം പറഞ്ഞു കൊണ്ട് പുതുമാരനെ കഴിപ്പിക്കണ്ണ പൊന്നമ്മായി നമ്മുടെ പൊന്നാരമായി അപ്പത്തരങ്ങളെ ഞാൻ കൂമ്പാരമായി അമ്മായി ചുട്ട് വെച്ചത് മരുമോനിക്കായി. ആ റൗണ്ടിനെ കുറിച്ച് ഞാൻ പ്രേക്ഷകരോട് പറയുന്നത് അത് വലിയൊരു കേരളത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ മലനാടിൻ്റെ ഒരു വലിയ സംസ്കാരം, മലബാറിൻ്റെ എന്ന് വിശേഷിപ്പിച്ചാൽ പോരാ, അത് മലനാടിൻ്റെ വലിയൊരു സംസ്കാരം കാണിക്കുന്ന ഒരു റൗണ്ടായിരുന്നു ആ റൗണ്ട്. കാരണം വിവിധ തരം പലഹാരങ്ങൾ, അപ്പങ്ങൾ നമ്മൾ ചുട്ടെടുത്തത് വീട്ടിൽ. അത് ഉമ്മ റൗണ്ടിനോട് ബന്ധപ്പെട്ട, കാരണം ഉമ്മമാരാണ് കുട്ടികൾക്ക് പലഹാരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നതും സൽക്കാരം നടത്തുന്നതൊക്കെ. അപ്പോൾ ഉമ്മമാരാണ് അമ്മായിമാരായി മാറുന്നത്. അവർക്ക് എടുത്താൽ പൊന്താത്ത പലഹാരങ്ങളൊക്കെ എടുത്തു വന്ന് ഞങ്ങളെയും അവരുടെ ഉപ്പമാരെയും ഉമ്മമാരെയും ക്രൂ മെമ്പേഴ്സിനെയും പ്രേക്ഷകർക്ക് വയറ് നിറഞ്ഞു കാണും. ടി വിയിലൂടെ തന്നെ വയറ് നിറഞ്ഞു കാണും നിങ്ങളുടെ ഈ പാട്ടുകൾ വരുമ്പോൾ. അപ്പോൾ അങ്ങനത്തെ റൗണ്ടിൽ മികച്ച പ്രകടനം നമ്മുടെ കുട്ടികൾ കാഴ്ചവെച്ചു. ഇനി ഞാൻ കഴിഞ്ഞ റൗണ്ടിലൊക്കെ പറഞ്ഞ പോലെ തന്നെ ഇവർ ലോക പ്രേക്ഷകർക്ക് മുന്നിൽ ഒരു ഞെട്ടലുണ്ടാക്കാൻ പോവുകയാണ്. എല്ലാവർക്കും, എല്ലാ മക്കൾക്കും എല്ലാ ആശംസകളും ഞാൻ നേരുകയാണ്. കുട്ടിക്ക് ഇത്ര ഫുഡ് കൊണ്ടുവരാൻ പറ്റുന്നില്ല കേട്ടോ, എടുക്കാൻ പോലും പറ്റുന്നില്ല, കാരണം അത്രയധികം ഐറ്റംസ് ഉണ്ട്. ആൻഡ് ഇതൊക്കെ നമുക്ക് പറഞ്ഞു തരൂ, ഇത് എന്തൊക്കെയാണ്? ഇതെന്താ പേരറിയില്ല. അപ്പത്തരങ്ങളെല്ലാം കൂമ്പാരമായി അമ്മായി ചുട്ട് വെച്ചത് മരുമോനിക്കായി എന്തെല്ലാം ഏതെല്ലാം അപ്പത്തരം എണ്ണിയാലൊടുങ്ങാത്ത അപ്പത്തരം. ഇനി നമുക്ക് രഹനത്തയ്ക്ക് എന്താണ് നമ്മുടെ അടുത്ത് പറയാനുള്ളത്, അല്ലെങ്കിൽ കഴിഞ്ഞ 2 റൗണ്ടിനെ കുറിച്ചും എന്താ പറയാനുള്ളതെന്ന് ചോദിച്ചു നോക്കാം. രഹനത്ത. ഉമ്മയെ ഇരുത്തിക്കൊണ്ടാണ് അവർ പാടിയത്. അപ്പോൾ ഉമ്മ റൗണ്ടിനെ കുറിച്ച് ഞാൻ ആദ്യം പറയാം. ഇരുത്തിക്കൊണ്ട് പാടി, കാരണം ഉമ്മയാണ്, അവരെന്നെ പറയുന്നു ഓരോരുത്തരും എല്ലാ പ്രോത്സാഹനം അവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഉമ്മയോടാണ്. പിന്നെ ഉമ്മനോട് പറയാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞു. ഒരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഐ ലവ് യു എൻ്റെ അമ്മയ്ക്ക് കൊടുക്കേണ്ടി വന്നു. ഐ ലവ് യു അമ്മ. ഗാഥാ ജാം എന്ന് പറയണ പോലെ ഉണ്ടായിരുന്നല്ലോ. ഇഷ്ടല്ലേ? അതെ. ഒന്ന് ഭയങ്കര വികാരത്തിൽ ഒന്ന് പറയൂ, ഒരുപാട് ഇഷ്ടം ഉൾക്കൊണ്ടിട്ട് അമ്മയടുത്ത് ഐ ലവ് യു അമ്മയെന്ന് പറയൂ. കേൾക്കട്ടെ. ഐ ലവ് യു അമ്മ. വേണ്ട, ലവ് യു വേണ്ട, നമുക്ക് ജഡ്ജസിൻ്റെ അടുത്ത് പോവാം. ആരോടാ പറയുന്നടാ? അമ്മയോടല്ലേ? ഒന്നുകൂടെ പറയും. ഇനി പറഞ്ഞാൽ ഇനി ഞാൻ തരൂല മാർക്ക്, ഒരു മാർക്കും തരൂല. ഐ ലവ് യു അമ്മേ. ഒരു ഉമ്മ കൊടുത്തേ അമ്മയ്ക്ക്. എൻ്റെ ഉമ്മയ്ക്ക് എനിക്കിഷ്ടപ്പെട്ട കാര്യം ഞാൻ പറഞ്ഞതെല്ലാം കുറച്ച് അനുസരിക്കലുണ്ട് ഉമ്മ. അതെനിക്ക് വളരെ ഇഷ്ടമാണ്. പിന്നെ എന്ത് അസുഖം വന്നാലും, എന്ത് പനിയോ കുറയോ എന്ത് കാര്യം വന്നാലും എൻ്റെ ഉമ്മ എന്നെ നോക്കലുണ്ട്. പിന്നെ എൻ്റെ ഉമ്മൻ്റെ വയറ്റിലൊരു ചെറിയ കുഞ്ഞു വാവയുണ്ട്. അതാർക്കും അറിയാത്ത കാര്യമാണ്, ആരോടും പറഞ്ഞിട്ടില്ല. ഉമ്മാന്റെ കാലടി പാടിലാണ് സുവർക്കം നോത്തോളി മതിയാ മുത്ത മുഹമ്മദ് തൂമൊഴിയുള്ളിലുറച്ചോളി. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ. പിന്നെ പാട്ടിലാണെങ്കിലും എല്ലാവരും എനിക്ക് തോന്നുന്നു ഉമ്മ റൗണ്ടിൽ
നല്ല നിലവാരം തന്നെയാണ് പുലർത്തിയത്. നന്നായിട്ട് തന്നെ പാടി. ഒരുപാട് പേരുടെ കുറവുകൾ നമ്മൾ പറഞ്ഞു കൊടുത്തിരുന്നു. അതൊക്കെ തിരുത്തി അവർ മുന്നോട്ട് വന്നിട്ടുണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഇതും നമ്മുടെ മറ്റ് റൗണ്ട്സ് പോലെ തന്നെ എല്ലാവരും സ്വീകരിക്കും, നല്ല നിറഞ്ഞ മനസ്സോടെ തന്നെ സ്വീകരിക്കും. പിന്നെ പലഹാരം, അതായത് സൽക്കാരം, നമുക്ക് പെട്ടെന്ന് പലഹാരം എന്ന് ഓർമ്മ വന്നുപോയി. കാരണം അത്രയ്ക്ക് പലഹാരങ്ങളായിരുന്നു, എന്തോരം വെറൈറ്റി ആയിട്ടുള്ള പലഹാരങ്ങളായിരുന്നു. ബിരിയാണി വരെ കൊണ്ടുവന്നു, അതെടുത്ത് പറയണം. അപ്പോൾ അത്രയും നല്ല സൽക്കാരങ്ങൾ തന്നെ പലതരത്തിൽ പല വ്യത്യസ്തമായിട്ടുള്ള പാട്ടുകൾ പാടിക്കൊണ്ട് തന്നെ എല്ലാവരും നന്നായിട്ട് തകർപ്പൻ ഒരു പെർഫോമൻസ് തന്നെയായിരുന്നു. എല്ലാവരും അതിൻ്റെതായ നിലവാരം പുലർത്തി. മത്സ്യമാംസം പറ്റാത്ത EMS വന്നപ്പോൾ തത്സമയം വെച്ചില്ലേ വെജിറ്റബിൾ ബിരിയാണി. മത്സ്യമാംസം പറ്റാത്ത EMS വന്നപ്പോൾ തത്സമയം വെച്ചില്ലേ വെജിറ്റബിൾ ബിരിയാണി. ആലം ദുനിയാവിൽ പെരുമ പെറ്റ ബിരിയാണി, മാലോകരെല്ലാരും തിന്നുന്ന ബിരിയാണി. ആലം ദുനിയാവിൽ പെരുമ പെറ്റ ബിരിയാണി, മാലോകരെല്ലാരും തിന്നുന്ന ബിരിയാണി. താങ്ക് യു സോ മച്ച് റഹ്നത്ത. നമുക്ക് എല്ലാവർക്കും അറിയാം, കുടുംബ പ്രേക്ഷകരെല്ലാവരും ഇരു കൈ നീട്ടി നമ്മുടെ ഉമ്മ റൗണ്ടും സൽക്കാരം റൗണ്ടും എല്ലാം സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. സോ ഈ ഒരു വേളയിൽ സജ്ലയ്ക്ക് എന്താ പറയാനുള്ളത് നമുക്ക് ചോദിക്കാം. സജ്ല, ഉമ്മ റൗണ്ടിൽ നമുക്ക് അറിയാം കുട്ടികളുടെ ടാലൻസ് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുകയും അതുപോലെ തന്നെ നമ്മളുടെ ഉമ്മയും മക്കളും തമ്മിലുള്ള സ്നേഹം നമുക്ക് കാണാൻ പറ്റി. ഇവിടെ നമ്മളുടെ വീട്ടിലിരിക്കുന്ന ഉമ്മമാർക്ക് കാണാൻ പറ്റി. നമ്മുടെ ഉമ്മയുടെ മഹത്വവും പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് ഉമ്മയുടെ സ്നേഹത്തിൻ്റെ ഉമ്മയുടെ മഹത്വം എന്ന് കുട്ടികൾ തന്നെ പാടി തെളിയിച്ചു. അലിഫിൽ തുടങ്ങി പിന്നീമിൽ വിരിയും പൂവിതല്ലോ കൽവിൽ നിറയും നെഞ്ചിനുള്ളിലും. ഈ പൂക്കളുള്ള ഇഷ്ടം കാരണം ഞാൻ ഉമ്മാക്ക് ഒത്തിരി പൂക്കൾ മേടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് ജോലി കിട്ടുകയാണെങ്കിൽ എൻ്റെ ഫസ്റ്റ് സ്ഥലമുണ്ട് ഉമ്മയുടെ ഒരു പൂന്തോട്ടം നിറച്ച് പൂക്കളുമായി ഉമ്മാനെ കാണാൻ പോകുന്നതാണ് എൻ്റെ ആഗ്രഹം. പിന്നെ വീട്ടിൽ തന്നെ കുക്കിങ്ങിനും വീടൊക്കെ ക്ലീൻ ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. ശരിക്കും എനിക്ക് പെൺകുട്ടികൾ 2 ആൺമക്കളാണ്. അപ്പോൾ പെൺകുട്ടികളില്ലാത്തതിൻ്റെ ഒരു കുറവ് നികത്തുന്നത് ഇവനാണ്. എനിക്ക് എന്തെങ്കിലും അസുഖം പകലും രാവും ഒരുപോൽ നിന്റെ വചനം കാതിലൊഴുകുന്നു. അകലെ അകലെ പള്ളി മിനാരം അഹദിൻ മദ്ഹ് വാഴ്ത്തും നേരം. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ അടുക്കളയിൽ നിന്ന് ബേക്കറി സാധനമൊക്കെ കട്ടെടുക്കാറുണ്ട്. എന്നാൽ എന്നെ വഴക്ക് പറയരുത്. ഒരുപാട് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞാൻ റൂമിൽ പോയിരുന്ന് കരയാറുണ്ട്. പിന്നെ ഞാൻ നന്നാവാൻ വേണ്ടിയല്ലേ എന്ന് ആലോചിക്കും. ചക്കരമുത്തങ്ങളൊത്തിരി തന്നെന്നെ ചാഞ്ചക്കം പാടിയുറക്കാനായി. എല്ലാവരും ഒരുവിധം നന്നായി തന്നെ ഉമ്മ റൗണ്ടിൽ പാടി. അതുപോലെ നമ്മുടെ സൽക്കാരം റൗണ്ടിൽ വിവിധ തരം ഭക്ഷണങ്ങൾ ഞങ്ങളുടെ മുന്നിൽ കൊണ്ടുതന്നു. ഞങ്ങളെ ഭക്ഷണത്തിലൂടെയും അതുപോലെ തന്നെ പാട്ടിലൂടെയും വളരെയധികം സൽക്കരിച്ച കുട്ടികളാണ് എല്ലാവരും. എല്ലാ മക്കളും 2 റൗണ്ട്സും നന്നായി തന്നെ പെർഫോം ചെയ്തു എന്ന് പറയും. അപ്പോൾ നിങ്ങൾ 21 പേരുണ്ട് നമ്മുടെ കുട്ടിപ്പട്ടുമാലിൻ്റെ 3rd സ്റ്റേജ് എത്തിയപ്പോൾ. 3rd റൗണ്ടിൽ നല്ലപോലെ പാടി ഫസ്റ്റ്, സെക്കൻഡ്, 3rd പൊസിഷൻ ആർക്കൊക്കെയാണെന്ന് അറിയണ്ടേ? ഒന്നിച്ചിരിക്കുന്നേ എല്ലാവരും. അപ്പോൾ ആദ്യം നമുക്ക് 3rd നിന്ന് തുടങ്ങാം അല്ലേ? വിത്ത് യുവർ പെർമിഷൻ ഞാൻ എൻവലപ്പ് ഓപ്പൺ ചെയ്യാൻ പോവാണ്. നോക്കാം നമുക്ക് ആരൊക്കെയാണ് ആ ഒരു 3 പൊസിഷൻസിൽ എത്തിയിട്ടുള്ളത് എന്നുള്ളത്. Position goes to Yumna. Thank you. അപ്പങ്ങൾ നിരത്തിക്കൊണ്ടമ്മായി തിന്നോളി മരം തിന്നോളി മരനെ കാത്തുകൊണ്ടമ്മോശൻ വന്നോളി നിങ്ങൾ വന്നോളി. ഉമ്മാന്റെ കാലടി പാടിലാണ് സുവർക്കം മോട്ടോളി ഉദിമതിയാം മുത്ത മുഹമ്മദ്
പൊസിഷൻ കിട്ടിയപ്പോൾ എന്താ പറയാനുള്ളേ? ആദ്യം നന്ദി പറയേണ്ട എൻ്റെ ഉപ്പയോടാണ്. അത്രയും കഷ്ടപ്പെട്ടിരുന്നു. എനിക്ക് വളരെ സന്തോഷമുണ്ടാവും. ഉപ്പാണ് ഇത്രയും കഷ്ടപ്പെട്ടത്. കുട്ടിപ്പട്ടുമാലിലേക്ക് പോകാനും ഉമ്മയും കഷ്ടപ്പെട്ടിരുന്നു. എല്ലാവരും എൻ്റെ കുടുംബക്കാരെല്ലാവരും സപ്പോർട്ട് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഉപ്പയും ഉമ്മയായിരുന്നു. അതിന് എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഇത്തരം മാർക്ക് കിട്ടുമെന്ന്. എനിക്ക് വളരെ സന്തോഷമുണ്ട്. നന്ദി, നമസ്കാരം. യുംന, ഇതാരാ പറഞ്ഞേ? യുംന മോളെ, ഫിറോസ്ക വിളിക്കണോ? ഉപ്പ കഷ്ടപ്പെട്ടു, ഉമ്മ പാട്ട് പഠിപ്പിക്കാനൊക്കെ കഷ്ടപ്പെട്ടു. മോള് നന്നായി പാടിയത് കൊണ്ട് ഞങ്ങൾ കഷ്ടപ്പെട്ടില്ല. മോള് നന്നായി പാടിയത് കൊണ്ട് കേട്ടോ, ഞങ്ങൾ മാർക്കിടാൻ ഞങ്ങൾക്ക് എളുപ്പമായിരുന്നു. പക്ഷേ ഇനിയുള്ള പാട്ടുകൾ നന്നായി പാടണം. നന്നായി പാടാതിരുന്നാൽ ഞങ്ങളും കഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ ഇനിയുള്ള പാട്ടുകളൊക്കെ ഈ ഒരു ഡെഡിക്കേഷനോട് കൂടി കേട്ടോ, ഉപ്പയും ഉമ്മയുടെയും പ്രയത്നത്തോട് കൂടിയിട്ട് നന്നായി പഠിക്കണം, മനസ്സിരുത്തി പഠിക്കുക. സ്കൂളിലെ പുസ്തകങ്ങൾ പഠിക്കുന്ന പോലെ പാഠം ബൈഹാട്ടാക്കാൻ പറയില്ലേ ടീച്ചർ ക്ലാസ്സിൽ നിന്ന്, അത് ബൈഹാട്ടാക്കുന്നത് പോലെ പാട്ട് ബൈഹാട്ടാക്കുക. പിന്നെ അതിൻ്റെ ട്യൂൺ ഇങ്ങനെ ഒരുപാട് വട്ടം കേൾക്കുക. കേൾക്കുന്നതിൻ്റെ കൂടെ പാടരുത് കേട്ടോ, കേൾക്കുമ്പോൾ പാടരുത്, കേട്ട് കഴിഞ്ഞതിന് ശേഷം പാടി നോക്കുക. അത് മനസ്സ് പതിഞ്ഞിട്ട് അങ്ങനെ പാട്ട് പഠിക്കണം എല്ലാവരും കേട്ടോ. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു ഫിറോസിക്ക. ഇനി അറിയേണ്ടത് സെക്കൻഡ് പൊസിഷൻ ആർക്കാണ് ലഭിച്ചിട്ടുള്ളതെന്നാണ്. അവിടെ 21 ആൻഡ് സെക്കൻഡ് പൊസിഷൻ എന്ന് പറയുമ്പോൾ ഒരു ടൈ ബ്രേക്കർ ഇവിടെ വന്നിട്ടുണ്ട്. 2 പേർക്കാണ് സെക്കൻഡ് പൊസിഷനിൽ കിട്ടിയിട്ടുള്ളത്. പക്ഷെ നോ പ്രോബ്ലം, 2 പേർക്കും 1000 കൺഗ്രാറ്റ്സ് പറഞ്ഞുകൊണ്ട് ദാറ്റ് ഈസ് ഫൈസൽ ആൻഡ് ഹിമാനി. തുടങ്ങി സൽക്കാരം ചുടുപലഹാരം നുണഞ്ഞിടും നീരും കുടുകുടി മധുരം. തുടങ്ങി സൽക്കാരം ചുടുപലഹാരം നുണഞ്ഞിടും നീരും കുടുകുടി മധുരം. താലത്തിൽ പലപ്പം ചേലത്തെ നല്ല നൂലപ്പം. താലത്തിൽ പലപ്പം ചേലത്തെ നല്ല നൂലപ്പം. താലത്തിൽ പലപ്പം ചേലത്തെ നൂലപ്പം. വരവായി പുതിയ പീള. ഹിമാനി, പ്രതീക്ഷിച്ചിരുന്നോ ഇത്? ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല അല്ലേ? എനിവേ കൺഗ്രാറ്റുലേഷൻസ്. ആൻഡ് ഹിമാനിക്ക് എന്താ പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത് ആദ്യം എൻ്റെ അച്ഛനോടും അമ്മേനോടും താങ്ക്സ്. പിന്നെ എന്നെ പാട്ട് പഠിപ്പിക്കാൻ ഹെൽപ്പ് ചെയ്ത ഐഡിയൽ പബ്ലിക് സ്കൂളിലെ ഷെമീന ടീച്ചർക്കും, പിന്നെ ഹൈടെക് പബ്ലിക് സ്കൂളിലെ സുധൻ സാറിനും, പിന്നെ വിനേഷ് സാറിനും, മൊയ്തു സാറിനും എല്ലാവർക്കും താങ്ക് യു. പിന്നെ എല്ലാവരും ഈ പൊസിഷനിൽ ഫസ്റ്റ് പൊസിഷനിൽ എത്താൻ ട്രൈ ചെയ്യണം. പിന്നെ എല്ലാവർക്കും നന്ദി. ഫൈസൽ, 21 പേരിൽ സെക്കൻഡ് പൊസിഷൻ എത്തുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു ചെറിയ കാര്യമല്ല. 192.5 ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ മോൻ എന്താ പറയാനുള്ളത് ഇപ്പോ? നെടുവീർപ്പിൻ ഇടയിൽ ഞാൻ നടക്കുന്ന വഴിവക്കിൽ കുളിർ വെഞ്ചാമരം വീശി തരും എന്നും. ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. എൻ്റെ ഉമ്മ, ഉപ്പ, ഷെരീഫ് മാഷ്, നിസാർ മാഷ്, റഷീദ് ക, മൻസൂർ മാഷ്, സഫിയ ടീച്ചർ, എല്ലാവർക്കും നന്ദിയുണ്ട്. താങ്ക് യു ഫൈസൽ. ആദ്യം തന്നെ 2 പേർക്കും കൺഗ്രാറ്റ്സ്. പിന്നെ ഫൈസൽ മോനും 2 പേരോടും കൂടി തന്നെ പറയാം. 2 പേരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് നന്നായിട്ട് എഫേർട്ട് എടുത്തതിൻ്റെ റിസൾട്ട് തന്നെയാണ് 2 പേർക്കും ഇവിടെ കിട്ടിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇത് തന്നെ മറ്റു കുട്ടികളും മനസ്സിലാക്കി നന്നായിട്ട് പ്രാക്ടീസൊക്കെ ചെയ്താൽ നിങ്ങൾക്കും നമ്മുടെ എല്ലാ മക്കൾക്കും തന്നെ തിരിച്ച് ഇതേ പൊസിഷൻ, ഇങ്ങനെ ഓരോ പൊസിഷനിലോട്ട് വരാം എന്നുള്ളത് പ്രത്യേകിച്ച് നമ്മൾ എടുത്തു പറയണം. ഹിമാനി നമ്മൾ ഒരുപാട് കറക്റ്റ് ചെയ്ത് പറഞ്ഞു കൊടുത്തിരുന്ന ഒരു മോളായിരുന്നു ഹിമാനി. അപ്പോൾ അവളത് വീട്ടിൽ പോയിട്ട് അത് മനസ്സിലാക്കി പ്രാക്ടീസ് ചെയ്ത് നന്നായിട്ട് അതിൻ്റെ റിസൾട്ട് അല്ലേ മോൾക്കത് കിട്ടി. അപ്പോൾ അതുപോലെ തന്നെ എല്ലാവരും കേട്ടോ ശ്രദ്ധിക്കുക. താങ്ക് യു സോ മച്ച് റഹ്നത്ത ആൻഡ് കൺഗ്രാറ്റുലേഷൻസ് ടു യു ബോത്ത്. ഇനി നമുക്കറിയേണ്ടത് നമ്മുടെ 3rd സ്റ്റേജ് കഴിഞ്ഞപ്പോൾ ആരാണ് ഇതിലെ ഏറ്റവും ടോപ്പ് കണ്ടസ്റ്റന്റ്? ഫസ്റ്റ് പൊസിഷൻ കിട്ടിയിട്ടുള്ളത് ആരാണ്? എനി ഗസ്? ആദിഷോ? നിങ്ങളൊക്കെ എവിടുന്ന മാത്സ് പഠിച്ചേ?
മാർക്ക് മൊത്തം കൂട്ടി നോക്കിയിട്ടാണോ? ആദിഷിന് തോന്നുന്നുണ്ടോ ആദിഷ ഫസ്റ്റ് എന്ന്? ഞാൻ പറയട്ടെ ആരാ ഫസ്റ്റ് എന്നുള്ളത്. ആദിഷ്. 10 മാസം ചുമന്നെന്നെ പെറ്റിട്ടുമ്മ കണ്ണിൻ മണി പോൽ താരാട്ടിടുന്നു. കയ്യോ വളരണ കാലോ വളരണ കണ്ണിനും കണ്ണായി നോക്കിടുന്നു. കഞ്ഞി വെള്ളം മൂറ്റി വറ്റി തന്നെന്നുമ്മ മുള്ള കൊള്ളിക്കാതെ പോറ്റിടുന്നു. കഞ്ഞി വെള്ളം മൂറ്റി വറ്റി തന്നെന്നുമ്മ മുള്ള കൊള്ളിക്കാതെ പോറ്റിടുന്നു. ആദിഷ്, കൺഗ്രാറ്റുലേഷൻസ്. തോന്നിയിരുന്നോ ഫസ്റ്റ് കിട്ടുന്നത്? ഇല്ല. അയ്യോ, ഞങ്ങൾക്ക് തോന്നിയിരുന്നില്ല. ആദിഷ്, അപ്പൊ എന്താ പറയാനുള്ളേ? പറയൂ. എനിക്ക് വളരെ സന്തോഷമുണ്ട്. എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ട എൻ്റെ മമ്മിയോടും അച്ഛനോടും വളരെ നന്ദി. എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ ജലീൽ സാർക്കും എല്ലാവർക്കും നല്ല നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച് ആദിഷ്. കൺഗ്രാറ്റുലേഷൻസ്. ഏതായാലും ഇങ്ങനെ പോവാണെങ്കിൽ അധികം വൈകാതെ വീട്ടിലെ കാർ പോർച്ചിൽ ഒരു BMW വരും. അപ്പോൾ അടുത്ത സ്റ്റേജിലും നമ്മുടെ ഗ്രാൻഡ് ഫിനാലെ വരെ ഇതുപോലെ നിൽക്കണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ആൻഡ് സച്ചില, എന്താ പറയാനുള്ളത് നമ്മുടെ ആദിഷിൻ്റെ അടുത്ത്? കൺഗ്രാറ്റ്സ് ആദിഷ്. ഫസ്റ്റ് റാങ്ക് ആദിഷിന് അറിയായിരുന്നു ആദിഷിന് തന്നെയാണെന്ന്. പക്ഷെ വിനയം കൊണ്ടാണ് അല്ലേ അല്ലാന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി. ആദിഷ്, മോൻ്റെ കഴിവിനുള്ള അംഗീകാരമാണ് ഇപ്പം ലഭിച്ചിരിക്കുന്നത്. പല റൗണ്ട്സിലും മോൻ ഞങ്ങളുടെ മനസ്സിനെ കീഴടക്കിയ ഒരു കണ്ടസ്റ്റൻ്റാണ് ആദിഷ്. ഇതുപോലെ തന്നെ മുന്നോട്ട് പോവാം. നിങ്ങളുടെ എല്ലാ കുട്ടികൾക്കും ഈ പൊസിഷനിലെത്താം. നന്നായി ഹാർഡ് വർക്ക് ചെയ്യണം. എല്ലാവരും ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനിയും നന്നായിട്ട് ഇപ്പോൾ കാണുന്നില്ലേ, ഹിമാനിയൊക്കെ സെക്കൻഡ് പൊസിഷനിൽ നിൽക്കുകയാണ്. ഹിമാനിയൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. മോളുടെ ആ ഹാർഡ് വർക്കിംഗ് ആണ് ഈ ഒരു സ്ഥാനം ഹിമാനിക്ക് കൊടുത്തത്. അതുപോലെ എല്ലാവർക്കും ഈ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് പൊസിഷനിലെത്താം. എല്ലാവരും അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുക. ഓൾ ദ ബെസ്റ്റ്. മോളെ മനം നൊന്ത് കരഞ്ഞിടേണ്ട, പണ്ടം കുറഞ്ഞതിലൊരുക്കം വേണ്ട. ഇക്കൈ ദുനിയാവിലിരിക്കും കാലം ദുഃഖം വേണ്ട മോളെ മരിക്കുവോളം. ദുഃഖം വേണ്ട മോളെ മരിക്കുവോളം. ദുഃഖം വേണ്ട മോളെ മരിക്കുവോളം. കുഞ്ഞീത് കാക്ക മട്ടൻ ബിരിയാണി വേവ് നോക്ക്, കോഴി വിളമ്പി വെക്ക്, പയമീത വെക്ക്. തികയാതെ വന്നു പോയാൽ നട്ടം തിരികേണ്ട. ആ തൊഴുത്തിൽ നിൽക്കണ പരുത്ത മൂരിയ പുടിച്ച് വലിച്ച് കഴുത്തറത്തിട്ട് കൊടുക്കേ. ഇങ്ങൾ കൊടുത്തിട്ട് മിതമായി തികക്കാൻ നോക്കി. കുഞ്ഞീത് കാക്ക കുഞ്ഞീത് കാക്ക മട്ടൻ ബിരിയാണി വേവ് നോക്ക്, കോഴി വിളമ്പി വെക്ക്, പയമീത വെക്ക്. ഇനി പ്രേക്ഷകരോട് ഇത്രേ പറയാനുള്ളൂ. ദ റിയൽ ബാറ്റിൽ സ്റ്റാർട്ട്സ്, ദ റിയൽ ഗെയിം സ്റ്റാർട്ട്സ്. നമ്മുടെ എലിമിനേഷൻ. ഞങ്ങളൊക്കെ പതറുന്നൊരു വേളയാണ് ഈ എലിമിനേഷൻ എന്ന് പറയുന്നത്. കാരണം എൻ്റെ മോനെ എന്താണ് മാർക്ക് കുറഞ്ഞിട്ട് ഇവിടെ നിൽക്കണേ? പറയൂ. എനിക്ക് സൽക്കാരം റൗണ്ടിന് താളം തെറ്റിന്ന് മനസ്സിലായി. അങ്ങനെ കുറച്ച് നേരത്തേക്ക് ഇനി നമ്മുടെ ചിരിയൊക്കെ മായാൻ പോവുകയാണ്. കാരണം ഇനിയാണ് നമ്മുടെ കുട്ടിപ്പട്ടർമാൽ യഥാർത്ഥമായ സീരിയസ് ആയിട്ടുള്ളൊരു നിമിഷത്തിലേക്ക് കടന്നു പോവുകയാണ്. ഇനി കുട്ടിപ്പട്ടർമാലിലെ 3rd സ്റ്റേജിലെ എലിമിനേഷൻ പ്രോസസ്സ്. നമുക്കങ്ങനെ ആരെയും വിടണമെന്ന് ആഗ്രഹമില്ല, എന്നാൽ പോലും അല്ലേ ഫിറോസ്ക, പാർട്ട് ഓഫ് ദ ഗെയിം. അപ്പോൾ എങ്ങനെയാണ് ഇനി നമ്മുടെ എലിമിനേഷൻ, എന്ത് ക്രൈറ്റീരിയയിലാണ് നമ്മൾ എലിമിനേഷൻ നടത്താൻ പോണേ?
ഞങ്ങൾ വിധികർത്താക്കളും ഇതിൻ്റെ മൊത്തം പ്രത്യേകിച്ച് കുട്ടികളായതുകൊണ്ട് ക്രൂ മെമ്പേഴ്സും എല്ലാം പ്രൊഡ്യൂസറും എല്ലാവരും കൂടെ രക്ഷിതാക്കളും എന്ന് ഞങ്ങൾക്കറിയാം. നമുക്കൊക്കെ ഒരേ മനസ്സാണ് ഈ കാര്യത്തിൽ. അപ്പോൾ ഞങ്ങളൊക്കെ പതറുന്നൊരു വേളയാണ് ഈ എലിമിനേഷൻ എന്ന് പറയുന്നത്. ഞങ്ങൾക്ക് വളരെ പ്രത്യേകിച്ച് ഞങ്ങൾ വിധികർത്താക്കൾ വളരെ പതറിപ്പോകുന്ന, വാക്കുകൾക്ക് പോലും മുട്ടിപ്പോകുന്ന ഒരു വേളയാണ് ഈ എലിമിനേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ഇല്ലാതെ ഒരു ഷോ മുന്നോട്ട് പോയിരുന്നെങ്കിൽ എന്ന് സത്യം പറയാം ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങൾ. എലിമിനേഷൻ ഇല്ലാതെ ഒരു ഷോ ഇങ്ങനെ പോവുകയാണെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് പല വേളകളിലും ആഗ്രഹിക്കുന്നവരാണ്. പക്ഷേ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഒരു പ്രോസസ്സിൻ്റെ ഭാഗമായതുകൊണ്ട്, ഒരു ഷോയുടെ ഭാഗമായതുകൊണ്ട് ഒരു ലെവലിൻ്റെ താഴെയുള്ളവരെ ഓക്കെ. ഫിറോസിക്ക, അപ്പോൾ എങ്ങനെയാണ് മാർക്ക് ബേസിസ് എങ്ങനെയാണ്? നമ്മൾ ഏത് മാർക്ക് എത്രയാണ് ഒരു ലെവൽ വെക്കുന്നത്? നമ്മളൊരു കട്ട് ഓഫ് ലെവൽ മാർക്കായിക്കൊണ്ട് ഇവരുടെ പ്രകടനത്തിൻ്റെ നമ്മൾ കടന്നുപോയ റൗണ്ടിൻ്റെ ഒരു സീരിയസ്നെസ് കൂടി ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ കട്ട് ഓഫ് ലെവൽ മാർക്കായിക്കൊണ്ട് 185 മാർക്കിനെ നിശ്ചയിക്കുകയാണ് നമ്മൾ. അപ്പോൾ ആ ഒരു പൊസിഷൻ വെച്ച് നമുക്ക് എന്താണ് ഇതിൻ്റെ ഒരു അവസ്ഥ പരിശോധിക്കാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ മാർക്ക് ലിസ്റ്റ് ഉണ്ട്. ഇപ്പോൾ 185 എന്ന് പറഞ്ഞപ്പോൾ തന്നെ അവിടെ പലരുടെയും നെഞ്ചിങ്ങനെ ഇടിക്കുന്ന സൗണ്ട് നമ്മളിവിടെ കേട്ടു. എന്നാൽ പോലും ഫിറോസ്ക പറഞ്ഞ പോലെ ആരെയും വേദനിപ്പിക്കാത്ത രീതിയിൽ ഒരു ക്യാപ്സ്യൂൾ ഫോം എന്ന രീതിയിൽ വളരെ ചെറിയൊരു 10-15 മിനിറ്റ് അത്രേ ഉള്ളൂ. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രോസസ്സ് ചെയ്യാനേ ആഗ്രഹമില്ല എന്ന് ഞാൻ ഒരു വട്ടം പറഞ്ഞു. പക്ഷെ അത് വളരെ ചെറിയൊരു പ്രോസസ്സ് ആയിക്കൊണ്ട് ആരെയും നോവിക്കാതെ വേദനിപ്പിക്കാതെ ഇതൊരു പ്രോസസ്സ് ആയതുകൊണ്ട് മാത്രം ഞങ്ങളിതിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. യെസ്. അപ്പോൾ ബിലോ 185 ആണ് നമ്മുടെ കട്ട് ഓഫ് മാർക്ക്. ആൻഡ് ഈ ഒരു തേർഡ് സ്റ്റേജ് കഴിഞ്ഞപ്പോൾ 1, 2, 3, 4 പേരുണ്ട് ബിലോ 185. അപ്പോൾ നമുക്കിനി അവരെ വിളിക്കാം. ശ്രീചിത്ര, ശ്രീലക്ഷ്മി, ട്വിങ്കിൾ, ആദം. അങ്ങനെ ഇവർ 4 പേരാണ് ബിലോ 185 വന്നിട്ടുള്ളത്. ഫിറോസിക്ക, നമ്മളിനി എന്താ ചെയ്യുക? എങ്ങനെയാണ് മാർക്ക് ബേസിസ്? ഇനി എന്തെങ്കിലും ഒരു കൺസിഡറേഷൻ ഇവർക്ക് കൊടുക്കാൻ പറ്റുമോ? ഇതെവിടെ എല്ലാവരും കരച്ചിലൊക്കെ ആയിട്ടുണ്ട്. കരയരുത്, നല്ല കുട്ടിയായിട്ട് നിൽക്കണം. ഇവിടെ ഇപ്പോൾ ആദം, ശ്രീലക്ഷ്മി, ട്വിങ്കിൾ, ശ്രീചിത്ര 4 പേർക്കും പാടിയതിനെ കുറിച്ച് എന്തെങ്കിലും വളരെ മനസ്സ് തട്ടി പറയുകയാണെങ്കിൽ ഞങ്ങൾ പാടിയതിൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നോ, ഇവിടെ നിൽക്കേണ്ടി വന്നത് അതിൻ്റെ അതാണല്ലോ അതിൻ്റെ ഒരു കാരണമായിട്ട് വന്നത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു തോന്നലുണ്ടോ മനസ്സിൽ? അല്ലെങ്കിൽ ഞങ്ങളെ വെറുതെ വിളിച്ച് നിർത്തിയത് അങ്ങനെ തോന്നുന്നുണ്ടോ? ഇല്ലല്ലോ, ഒരിക്കലും തോന്നുന്നില്ലല്ലോ. അപ്പോൾ മോൾക്ക് എന്താ പറയാനുള്ളത്? എന്താ തോന്നിയത്? ഉമ്മാൻ്റെ റൗണ്ടിൽ മാർക്ക് കുറച്ച് കുറവായിരുന്നു. എന്താ വെച്ചാൽ ഭയങ്കര ടെൻഷനായിരുന്നു സ്റ്റേജിൽ കയറുമ്പോൾ. അപ്പോൾ പാട്ടൊക്കെ എന്താ പറയുക, പതറൊക്കെ പോയി. അങ്ങനെ എന്നിട്ട് പോലും ഞങ്ങൾ കമൻറ്റ് പറഞ്ഞപ്പോൾ പരമാവധി വേദനിപ്പിക്കാതെ ശ്രുതി പോയാൽ ശ്രുതി പോയി എന്ന് ഞങ്ങൾ പറയണമല്ലോ അല്ലേ? കാരണം അത് ശ്രുതി മാതാവാണ്. അപ്പോൾ അതുകൊണ്ട് മാത്രം ആ പാട്ടിൻ്റെ ചില ഘടകങ്ങൾ, നിങ്ങളെ വേദനിപ്പിക്കാത്ത വാക്കുകൾ എത്ര പറയാൻ കഴിയുമോ അത്രയുമാണ് ഞങ്ങൾ പറയാൻ ശ്രമിച്ചത് അല്ലേ? പിന്നെ അതിൻ്റെ അവസാനത്തിൽ എന്നിട്ടും ഞങ്ങൾ എന്താ പറയാറുള്ളത്? ശ്രുതി വളരെ മൈന്യൂട്ടായിട്ട് കുട്ടി 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 ശ്രുതി അല്ലേ? നമ്മുടെ ഷോയുടെ പേര് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നിങ്ങളോട് പറയാറ്. അത്രയും നിങ്ങളതിനെ വളരെ ലളിതമായി കണ്ടോട്ടെ എന്ന് മനസ്സിലാക്കിയിട്ടല്ലേ? പ്രേക്ഷകരെയും അങ്ങനെ അറിയിക്കാനേ നിങ്ങളെ അങ്ങനെ അവതരിപ്പിക്കാനേ ഞങ്ങൾക്ക് ആഗ്രഹമുള്ളൂ പ്രേക്ഷകരുടെ മുന്നിൽ. ട്വിങ്കിൾ, എന്താ പറയാനുള്ളേ? പിടപിടച്ചമ്മയില് പിന്നെ ചിരി, അത് അപ്പത്തിന്റെ പാട്ടിലല്ലേ ചിരിയായിരുന്നു. പിന്നെ ഉമ്മ റൗണ്ടില് ജഡ്ജസ് പറഞ്ഞ മിസ്റ്റേക്ക് തന്നെ, ലിറിക്കലിയും അത് പോയപ്പോ ലിറിക്ക് തെറ്റിയതിന്റെ ഒരു ഗൗരവം മോള് പിന്നെ ഞങ്ങൾ പറഞ്ഞു തന്നപ്പോൾ മനസ്സിലാക്കിയോ? ആദ്യത്തിലല്ലേ ആ പാട്ടിൽ എന്തായിരുന്നു അത് നമ്മൾ അറിയിക്കണം പ്രേക്ഷകരെ. നിങ്ങളെ ഒരു മൈന്യൂട്ട് ആയിട്ട് ഞങ്ങൾ വേദനിപ്പിച്ചു എന്നൊരിക്കലും പ്രേക്ഷകർക്ക് തോന്നരുത്. അതാണ് ഞങ്ങൾ ആകെ ആഗ്രഹിക്കുന്നത് കുട്ടിപ്പട്ടുറുമാരിൽ കേട്ടോ. ട്വിങ്കിൾ, അപ്പം നമുക്കിനി വഴിയറിയാം എന്താണ് റിസൾട്ട് എന്നുള്ളത്. ശ്രീലക്ഷ്മി കുട്ടി, കറിയാതെ മിടുക്കി കുട്ടിയായിട്ട് പറയൂ. ഫിറോസ്ക ചോദിച്ചില്ലേ പാടിക്കഴിഞ്ഞപ്പോൾ എന്താ തോന്നിയത്? എന്തെങ്കിലും മിസ്റ്റേക്ക് ഒക്കെ വന്നു എന്ന് തോന്നിയോ? എന്തുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത്? എന്താണ് മാർക്ക് കുറഞ്ഞിട്ട് ഇവിടെ നിൽക്കണേ? പറയൂ.
എനിക്ക് സൽക്കാരം റൗണ്ടിന് താളം തെറ്റിന്ന് മനസ്സിലായി. അതാണ് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഇവിടെ നിൽക്കേണ്ടി വന്നേ അല്ലേ? അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഔട്ട് ആവുകയാണെങ്കിലും അല്ലെങ്കിലും താളമൊക്കെ നല്ലപോലെ ശരിയാക്കി നല്ലപോലെ പാട്ടൊക്കെ പഠിക്കണം കേട്ടോ. നമുക്ക് റിസൾട്ട് ലാസ്റ്റ് അറിയാം. ആദം പറയൂ. സൽക്കാര റൗണ്ടിൽ ഡ്രൈ ആയി, ഇടയ്ക്ക് വിക്കി. ശ്രീലക്ഷ്മിക്ക് മനസ്സിലായല്ലോ അല്ലേ പറഞ്ഞത്? ഞാനപ്പോൾ ഉത്തരം പറയാതിരുന്നതാണ് അല്ലേ? ആ പാട്ടിൻ്റെ താളം, എന്നിട്ട് മോള് താളം എത്തിച്ച് പിടിച്ചു എന്നൊക്കെ ഞങ്ങൾ പറഞ്ഞു അല്ലേ? എത്തിച്ച് നിങ്ങൾ പിടിച്ചത് കുറച്ചൊക്കെ ബുദ്ധിമുട്ടിയായിരുന്നെങ്കിലും ഞങ്ങൾ എത്തിച്ച് പിടിച്ചു എന്ന് 100% അല്ലേ? അത് നന്നാക്കിക്കൊണ്ട് തന്നെയാണ് പറഞ്ഞത് അല്ലേ? മോൾക്ക് മനസ്സിലായല്ലോ. ആദമിനും മനസ്സിലായി അല്ലേ എന്താണ് സംഭവിച്ചതെന്ന്? എന്താ സംഭവിച്ചത് ശരിക്കും? തൊണ്ട ഡ്രൈ ആയി കഴിഞ്ഞപ്പോൾ അക്ഷരങ്ങൾ ഒഴുങ്ങി അല്ലേ, മുറിഞ്ഞു പോയി അല്ലേ, അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകളാണ് വന്നത്. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ 4 പേരും ഇവിടെ നിൽക്കുന്നത് എന്ന് നിങ്ങൾക്ക് ബോധ്യമായി, നിങ്ങളുടെ രക്ഷിതാക്കൾക്കും അത് ബോധ്യമായി ഇപ്പോൾ. അതെ. അപ്പോൾ ഇവരൊരിക്കലും ഇവിടെ നിൽക്കേണ്ട കണ്ടസ്റ്റൻസ് അല്ല. ഇപ്പോൾ നേരത്തെ നമ്മുടെ എല്ലാ ജഡ്ജസും പറഞ്ഞു ഓരോരുത്തർക്കും ഓരോ സ്പെഷ്യൽ ടാലൻസ് ഉണ്ട്. പക്ഷേ എന്താ ചെയ്യുക അല്ലേ? ഫിറോസ്ക അത്രയും കുഞ്ഞു കുട്ടികളാണ്. ഫിറോസ്കോട് മാത്രമല്ല എല്ലാ ജഡ്ജസിനോടും കൂടെ എന്തെങ്കിലും കൺസിഡറേഷൻ ഇവർക്ക് കൊടുക്കാൻ പറ്റുമോ? എന്തെങ്കിലും കൺസിഡറേഷൻ എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നത് ഞങ്ങളെടുത്ത തീരുമാനമാണ് കേട്ടോ. ഞങ്ങൾ വളരെ, ഞാനും സജിലയും രഹനയും വളരെ വാശിയോടുകൂടി ഞങ്ങൾ അടിച്ചു നിന്നുകൊണ്ട് തന്നെ എടുത്തൊരു തീരുമാനം എന്ന് പറയുമ്പോൾ ആ തീരുമാനം ഞങ്ങൾക്ക് എത്തിക്കാൻ പറ്റുന്നത് ഒന്നുകൂടി മാർക്ക് ലെവൽ ഓഫ് മാർക്കിനെ ഒന്നുകൂടി കുറച്ച് കൊണ്ടുവന്നുകൊണ്ട് 180 വരെ നമുക്ക് കട്ട് ഓഫ് ലെവൽ മാർക്കിനെ കൊണ്ടുവരാം. 180 വരെ ഞങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ചു. അങ്ങനെയാണ് ഇപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കട്ട് ഓഫ് ലെവൽ മാർക്ക് നേരത്തെ ഡിക്ലെയർ ചെയ്ത മാർക്ക് 185 എന്നതിൽ നിന്ന് 180 ഞങ്ങൾ ചുരുക്കുകയാണ്. ഇനി പ്രൊസീഡ് ചെയ്യാൻ ലക്ഷ്മി. അപ്പോൾ കട്ട് ഓഫ് ലെവൽ മാർക്ക് എന്ന് പറയുമ്പോൾ 180 ആവുമ്പോൾ അടുത്ത റൗണ്ടിലേക്ക് കടക്കാൻ പോകുന്ന കണ്ടസ്റ്റൻസ് ശ്രീചിത്ര വിത്ത് 183.5, ശ്രീലക്ഷ്മി with 183.5, same mark. Then Twinkle with 181.5. Congratulations to you all. അടുത്ത റൗണ്ടിൽ നിങ്ങൾ ഉണ്ടാവും. അല്ല, നിങ്ങൾ തന്നെ നിങ്ങളുടെ മിസ്റ്റേക്കുകളൊക്കെ പറഞ്ഞു, അതായിരുന്നു അതിൻ്റെ കറക്റ്റ്. പിന്നെ കൂടുതൽ നമ്മൾ വിഷമിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് എല്ലാവരും ആ ഒരു എന്താവും എന്നുള്ള ഒരു സങ്കടത്തിലാണ് നിൽക്കുന്നതെന്ന്. അപ്പോൾ നമുക്ക് അങ്ങനെ അങ്ങോട്ട് സംസാരിക്കാൻ പറ്റിയില്ല. പക്ഷേ നിങ്ങൾ ആ കറക്റ്റ് ഓരോരുത്തർക്കും വന്ന വീഴ്ച അതന്നെയാണ് മക്കളെ നിങ്ങളെ വിജയം കേട്ടോ. കാരണം കറക്റ്റ് ചെയ്തിട്ട് നിങ്ങളത് പറഞ്ഞല്ലോ. അപ്പോൾ ഓക്കെ, താങ്ക് യു രഹനത്ത. അപ്പോൾ നിങ്ങളോട് 3 പേരോട് ഇത്രേ പറയാനുള്ളൂ. തലനാരിഴയ്ക്കാണ് നിങ്ങളെ രക്ഷപ്പെട്ടത്. അപ്പോൾ ഇങ്ങനെ ഒരിക്കലും ഒരു ഈസിനെസ് ആയിട്ട് നിങ്ങൾ ഈസി ഗോയിങ് ആവരുത്. നല്ലപോലെ വർക്ക് ഹാർഡ് ആൻഡ് അടുത്ത പിന്നെ ലക്ഷ്മി, എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. ഇനി അങ്ങോട്ട് അത് നന്നായിട്ട് ശ്രദ്ധിക്കണം. നല്ല മ്യൂസിക് നമ്മൾ നന്നായിട്ട്, ഇനിയിപ്പോൾ നിങ്ങളുടെ റൗണ്ട്സ് ഇതൊക്കെ കഴിഞ്ഞു കേട്ടോ, കോമഡി ആയിട്ടും ഒക്കെ. ഇനി നമ്മൾ സീരിയസ് ആയിട്ട് തന്നെ നന്നായിട്ട് തന്നെ മക്കൾ പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. തമാശയുള്ള പാട്ടുകളൊക്കെ കഴിഞ്ഞു, ഇനി ഗൗരവമുള്ള പാട്ടുകളാണ്. തമാശപ്പാട്ടും ഗൗരവത്തിലാണ് നിങ്ങൾ പാടിയതെങ്കിൽ പോലും ഇനി വളരെ ഗൗരവമുള്ള പാട്ടുകളാണ്. നിങ്ങളെ വലിയ പാട്ടുകാരാണെന്ന് ലോക മാപ്പിളപ്പാട്ട് പ്രേക്ഷകരുടെ മുന്നിൽ കാണിക്കുക, അതാണ് കുട്ടിപ്പാട്ടുമാലിനുള്ള ആകെ ഒരു ലക്ഷ്യം കേട്ടോ. അത് മനസ്സിലായി. സജില എന്താ പറയാനുള്ളത് ഇവരുടെ അടുത്ത്? നിങ്ങൾക്ക് 3 ആൾക്കും അറിയാമല്ലോ എന്തുകൊണ്ടാണ് ഈ സ്റ്റേജിൽ ഇപ്പം വരേണ്ടി വന്നതെന്ന് അറിയാമല്ലോ അല്ലേ? അപ്പം 3 ആളും എന്തായാലും നെക്സ്റ്റ് റൗണ്ട് പറഞ്ഞു, റഹനത്തെ പറഞ്ഞില്ലേ നല്ല സീരിയസ് റൗണ്ട്സ് ആയിരിക്കും ഇനി വരാൻ പോകുന്നത്. അപ്പോൾ 3 പേരും നന്നായി ഹാർഡ് വർക്ക് ചെയ്യുക. ഇനി നന്നായിട്ട് പാടുമല്ലോ 3 ആളും. ഓക്കെ, പ്രോമിസ് അല്ലേ? അപ്പം നമുക്ക് നെക്സ്റ്റ് റൗണ്ടിൽ കാണാം 3 ആൾക്കും. ഓക്കെ, കൺഗ്രാറ്റുലേഷൻസ്. ടേക്ക് യുവർ സീറ്റ് പ്ലീസ്. തുടർന്നുള്ള പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു മാർക്ക് ലെവൽ പറഞ്ഞല്ലോ, അതെ, 180. നമ്മളത് കണ്ടിന്യൂ ചെയ്തില്ല. നമ്മൾ കുട്ടികളിലേക്ക് ആയതുകൊണ്ട് വേഗം അവരുടെ മനസ്സിലേക്ക് കടന്നു പോവുകയാണ്. അതിൻ്റെയും താഴെയുള്ള ഒരു മാർക്കിൻ്റെ ഒരു ലെവലിൽ വരുന്നവരെ നമുക്ക് ഷോ ആയതുകൊണ്ടാണ്, അതാണ്
ഇനി നമ്മൾ അനൗൺസ് ചെയ്യേണ്ടത്. നമുക്കിവിടെ മനസ്സിലായി കഴിഞ്ഞതാണ് പ്രേക്ഷകർക്കും, എന്നാൽ പോലും നമ്മൾ അനൗൺസ് ചെയ്യേണ്ടത് അതാണ് ആധികാരികമായിട്ട്. അതും നമ്മൾ 180 ആയിരുന്നു കട്ട് ഓഫ് വെച്ചിട്ടുണ്ടായിരുന്നത്. മോന് കിട്ടിയിട്ടുള്ള മാർക്സ് 3rd റൗണ്ട് കഴിഞ്ഞപ്പോൾ 178.5 ആണ്. അതും വിഷമിക്കരുത്, അതും നല്ലപോലെ പാട്ട് പാടും. ഇപ്പോൾ ആദ്യത്തിനെ പോലെ ഡ്രം പ്ലേ ചെയ്യാൻ ഇവിടെ ആർക്കെങ്കിലും പറ്റുമോ? ഒന്ന് കൈയടിച്ചേ, നമുക്ക് പറ്റുമോ? ഇല്ലല്ലോ. അതും ഒന്ന് ചിരിച്ച് കരയരുത്, നല്ല കുട്ടിയായിട്ടിരിക്കും. ഫിറോസിക്ക? അത് മോന് നല്ല ഡ്രമ്മറാണ്, പാട്ടിനേക്കാൾ മുമ്പ് ഡ്രം വായിക്കുന്നു എന്ന് ഉപ്പയും ഉമ്മയൊക്കെ പറഞ്ഞു. നല്ല ഡ്രമ്മറാണ്, നല്ല സിംഗറാണ്. മോന് എത്ര പ്ലാറ്റ്ഫോമുകൾ ഇവിടെ വരാം. വീട് എവിടെയാ ശരിക്ക്? കൊല്ലത്ത് 1 മണിക്കൂർ മതി നമ്മുടെ ഷൂട്ടിനൊക്കെ വരാൻ. അപ്പോൾ കൊല്ലത്തുനിന്ന് വരാൻ മോന് വന്ന് ഷൂട്ട് കാണാൻ. കൂട്ടുകാരെ ഒന്നും മറക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് കൂട്ടുകാരെന്ന് പറയുമ്പോൾ വലിയവരെക്കാൾ വലിയൊരു മനസ്സായിരിക്കും നിങ്ങളുടെ മനസ്സുകൾ തമ്മിൽ ചേർന്ന്. അപ്പോൾ ഇവിടെ വരാം. പ്ലാറ്റ്ഫോമുകളിലൊക്കെ മോന് ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു കമൻറ്റിൽ പറഞ്ഞില്ലേ ഇംഗ്ലീഷുകാരൻ്റെ കട്ടാണെന്ന്. ഞാൻ വെറുതെ പറഞ്ഞതല്ല, അങ്ങനെ വെറുതെ പറഞ്ഞില്ല. അപ്പോൾ വെറുതെ പറഞ്ഞതല്ല. അപ്പോൾ മോന് പിന്നെ തിളങ്ങാം വേദികളിലൊക്കെ. നല്ല അപ്പിയറൻസ് ഉള്ള കുട്ടിയാണ്. നല്ല പാട്ടുകൾ പഠിച്ച് സാധകം ചെയ്യണം. നല്ലോണം പ്രാക്ടീസ് ചെയ്ത് നല്ല പാട്ടുകാരനായി വേദികളിലൊക്കെ തിളങ്ങി വരാം. കുട്ടി പട്ടുറുമാൽ കടന്ന് മോൻ്റെ വലിയ ആളാവുമ്പോൾ, പട്ടുറുമാൽ തുടരുമ്പോൾ വലിയ കുട്ടികളുടെ പട്ടുറുമാൽ, അല്ലെങ്കിൽ ഇനിയും ഇത് തന്നെ വരികയാണെങ്കിൽ അതിലും മോന് വരാം. തീർച്ചയായും. അവിടെ മോനെ കൈരളി ഒരിക്കലും മോനെ വിടുന്നില്ല കേട്ടോ. എൻ്റെ രഹനത്ത, ആദത്തിനോട് എന്താ പറയാനുള്ളേ? പറയാൻ വാക്കുകളില്ല. കാരണം എൻ്റെ മോനെ രഹനത്തയ്ക്ക് ആദം ഇവിടെ നിൽക്കുമ്പോൾ സ്വന്തം മോനായിട്ട് തന്നെയാണ് തോന്നുന്നത്. ആദം ഒരിക്കലും വിഷമിക്കരുത്. നമുക്കറിയാം ആദത്തിന് ഇവിടെ അത്രയധികം ഫ്രണ്ട്സ് ഉണ്ട്. ഇവരെല്ലാവരും ആദത്തിൻ്റെ ഫ്രണ്ട്സാണ്. കാരണം എല്ലാവരും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആദം ഇനി സ്റ്റേജിൽ പാടും, നമ്മൾ ഗസ്റ്റായിട്ട് വിളിക്കും. അതുപോലെ തന്നെ എല്ലാ ഷൂട്ടിനും ഇവിടെ വരണം. പണ്ടത്തെ പോലെ കുട്ടിക്കുറുമ്പുകൾ കാണിക്കാൻ നമ്മുടെ കൂടെ ഉണ്ടാവണം. ഇൻട്രൊഡക്ഷനിൽ നമുക്ക് ഡ്രമ്മൊക്കെ പ്ലേ ചെയ്യണ്ടേ? വരുമോ? വരൂ. ഗുഡ് ബൈ. യെസ്. സജ്ല, എന്താ പറയാനുള്ളത്? കരയല്ലേ മോന് സങ്കടം ഉണ്ടാവും, അറിയാം. കരയല്ലേ? മോൻ എത്ര നല്ല സിംഗറാണ്. ചെറിയൊരു ആ ഒരു 5 മിനിറ്റ്സ് നമുക്കൊന്നും എത്ര പ്രാക്ടീസ് ചെയ്താലും ആ ഒരു 5 മിനിറ്റ്സ് നമുക്ക് പറയാൻ പറ്റില്ല. ഒക്കെ അള്ളാഹു എന്താണ് തീരുമാനിച്ചിട്ടില്ല അതുപോലെ പാടാൻ പറ്റുള്ളൂ. അത് മോൻ വലിയ സിംഗർ അല്ലാത്തതുകൊണ്ടല്ല, ഈ കൂട്ടത്തിൽ മോൻ ചെറിയതായതുകൊണ്ടല്ല മോൻ ഔട്ടാകുന്നത് ഇവിടുന്ന്. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞിരുന്ന ഫീഡ്ബാക്സ് ഒക്കെ മോൻ ശ്രദ്ധിച്ചിട്ട് ഫ്യൂച്ചറിൽ വലിയ സിംഗർ ആവണ്ടേ? ഡ്രംസൊക്കെ നന്നായിട്ട് വായിക്കില്ലേ? ഡ്രംസാണ് കൂടുതൽ മോൻ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത്. ഇനിയിപ്പം പാട്ടും രണ്ടും കൊണ്ടുപോകണം. പാട്ട് പാടി മോൻ ഡ്രംസ് വായിച്ച് വലിയൊരാളാവണ്ടേ? ഇവിടെ തീരില്ലല്ലോ മോൻ്റെ പ്ലാറ്റ്ഫോം. ഇനിയും കുട്ടികളുടെ കാലമാണ് ഇനി വരുന്നത്. ഇനിയും വരണം ഇവിടെ. മോൻ സങ്കടപ്പെടരുത്. എന്തിനും ഞങ്ങൾ 3 പേരെയും വിളിക്കാം. എന്ത് ഹെൽപ്പിനും ഞങ്ങളുണ്ടാവും. കരയരുത്. ഓക്കെ? അതും അപ്പോൾ നല്ല മിടുക്കനായിട്ട് ബി ബോൾഡായിട്ടിരിക്കുക. സോ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെല്ലാവരെയും കോണ്ടാക്ട് ചെയ്യില്ലേ? ഈ ഫ്രണ്ട്സായിട്ട് ഫ്രണ്ട്ഷിപ്പ് വെക്കില്ലേ? ഇനി വരില്ലേ നമ്മുടെ അടുത്ത്? അപ്പോൾ ഒന്ന് ചിരിച്ചേ. ഇനി ആദത്തിന് 3rd സ്റ്റേജ് വരെ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന, നമ്മുടെ ഈ ഒരു ജേർണിയിൽ ഉണ്ടായിരുന്ന ആദത്തിന് കൈരളി ടിവിയുടെയും കുട്ടിപ്പട്ടുമാലിൻ്റെ വകയുള്ള ഒരു ടോക്കൺ ഓഫ് ലവ് ആസ് എ സർട്ടിഫിക്കറ്റ് അത് നൽകാനുള്ള സമയമായിട്ടുണ്ട്. സോ ഓവർ ടു ദാറ്റ്. ഫിറോസിക്ക, നമ്മുടെ കുട്ടിപ്പട്ടുമാൽ എന്ന ഈ ഒരു കൂട്ടായ്മയുടെ, ഈ ഒരു ഫാമിലിയുടെ സ്നേഹം അറിയിക്കുന്ന ഒരു മൊമെൻറ്റോ ആദത്തിന് നൽകാനായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. പ്ലീസ്. രഹനത്ത് നേരത്തെ പറഞ്ഞു സ്വന്തം മോനായിട്ടാണ് തോന്നുന്നതെന്ന്. സോ ആദത്തിന് ഒരു സർട്ടിഫിക്കറ്റ് ഓഫ് കുട്ടിപ്പട്ടുമാൽ. ആദത്തിൻ്റെ ഗിഫ്റ്റുകൾ ഇവിടെ അവസാനിച്ചിട്ടില്ല. നോറ ടീം നൽകുന്ന ഒരു പ്രൈസും കൂടെയുണ്ട്. ആൻഡ് ഐ വുഡ് ലൈക്ക് ടു റിക്വസ്റ്റ് സജ്ല ടു ഹാൻഡ് ഓവർ ദാറ്റ്.
താങ്ക് യു ഓൾ ജഡ്ജസ് ആൻഡ് ആദം. അപ്പം നമ്മളെല്ലാം പറഞ്ഞ പോലെ അടുത്ത തവണ നമ്മളോടൊപ്പം വരണം. നല്ല മിടുക്കനാവണം. അച്ഛനൊരു പ്രൊഫഷണൽ സിംഗർ അല്ലേ? അപ്പോൾ ഒരുപാട് ഷോസിൽ മോനെ പാടട്ടെ. ഇനിയും 1000 ഉയരങ്ങളിലേക്ക് എത്തട്ടെ. ആൻഡ് ഇത്ര ചെറുപ്രായമല്ലേ, ഇനി എത്ര പ്ലാറ്റ്ഫോം കിടക്കുന്നു അല്ലേ ആദത്തിനായിട്ട്. അപ്പോൾ ആദം, ഓൾ ദി ബെസ്റ്റ് യു. കയ്യില്ല, സാരില്ല, ഓൾ ദി ബെസ്റ്റ്. നല്ല മിടുക്കനായിട്ട് വരട്ടെ കേട്ടോ. താങ്ക് യു സോ മച്ച് മോനു. ആദത്തിനായിട്ടൊരു നിറഞ്ഞ കൈയ്യടി കൊടുക്കാം നമുക്ക്. താങ്ക് യു സോ മച്ച്. ഷോ മസ്റ്റ് ഗോ ഓൺ എന്നാണ് നമ്മൾ പറയാറുള്ളത് അല്ലേ? അതുകൊണ്ട് തന്നെ 3rd സ്റ്റേജ് ഇവിടെ അവസാനിച്ചു. എലിമിനേഷൻ പ്രോസസ്സ് നമ്മൾ നടത്തി. ആൻഡ് അതിൽ നിന്ന് നമ്മുടെ 21 കണ്ടസ്റ്റൻസിൽ നിന്ന് നമ്മുടെ ആദം ഇവിടെ ഔട്ടായിരിക്കുകയാണ്. പക്ഷേ ആദത്തിന് എല്ലാവിധ ഉയരങ്ങളും ആദം കീഴടക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നാളെ മുതൽ നമ്മുടെ 4ാം ഘട്ടം നമ്മൾ ആരംഭിക്കുകയാണ്. കൂടുതൽ വാശിയേറിയ പ്രകടനങ്ങളുമായി നമ്മുടെ കുട്ടികൾ കുട്ടിപ്പട്ടർമാലിലൂടെ മനോഹരമായ മാപ്പിളപ്പാട്ടുകളുമായി എത്തുന്നതായിരിക്കും. സോ ഇതുവരെ നിങ്ങൾ നമുക്കായി തന്ന സപ്പോർട്ട് തുടർന്നും ഉണ്ടാവണം. 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡിൽ നിന്നും ഞങ്ങൾ എല്ലാവരും പോവാണ്. ശുഭരാത്രി.